പാലിയക്കര ടോൾ പിരിവ് ഹൈക്കോടതി മരവിപ്പിച്ചു. 4 ആഴ്ചത്തേക്കാണ് ടോൾ പിരിവ് തടഞ്ഞത്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് രേഷ്മ ബാബുവാണ് ചേരുന്നത്. രേഷ്മ, പറയൂ. ഹൈക്കോടതി തടഞ്ഞിരിക്കുന്നത്, അതായത് മരവിപ്പിച്ചിരിക്കുന്നത്. നേരത്തെ ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിൽ വലിയ രീതിയിൽ ഗതാഗതക്കുരുക്ക് ഉണ്ടാകുന്നുണ്ട്. അത് മാത്രമല്ല, ഈ ഗതാഗതക്കുരുക്കിനിടയിൽ തന്നെയാണ് ടോൾ പിരിവ് സുഗമമായിട്ട് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള നടപടിയും ടോൾ പിരിവ് അത് സസ്പെൻഡ് ചെയ്ത്, അതായത് മരവിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും ഒരു കൂട്ടം ഹർജികൾ ഹൈക്കോടതിയുടെ മുന്നിൽ എത്തിയിരുന്നു. അതിൽ വിശദമായിട്ടുള്ള വാദം കേട്ടതിന് ശേഷമാണ് ഡിവിഷൻ ബെഞ്ച് ഈ ടോൾ പിരിവ് മരവിപ്പിക്കണമെന്നുള്ള ഒരു നിർദ്ദേശത്തിലേക്ക്, അതായത് ഒരു ഇടക്കാല ഉത്തരവിലേക്ക് എത്തിയിരിക്കുന്നത്. 4 ആഴ്ചത്തേക്ക് ടോൾ പിരിവ് ഉണ്ടാവില്ല. അതിനിടയിൽ തന്നെ ഹൈക്കോടതി കേന്ദ്ര സർക്കാരിന് നിർദ്ദേശങ്ങൾ കൂടി നൽകിയിട്ടുണ്ട്. അതായത് ഈ ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിലെ ഗതാഗതക്കുരുക്കും അതോടൊപ്പം തന്നെ അവിടുത്തെ ദേശീയപാതയുടെ മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളും ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ നടപടികളും വേഗത്തിൽ പൂർത്തിയാക്കണം. ഇക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഇടപെടൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും വേണം. അതിനായിട്ട് 4 ആഴ്ച സമയമുണ്ട്. അതിനുള്ളിൽ തന്നെ ഈ നടപടിക്രമങ്ങൾ ഏതുവരെ എത്തി, അതിന്റെ നടപടിക്രമങ്ങളുടെ പുരോഗതി അത് ഹൈക്കോടതി അറിയിക്കണമെന്ന് കൂടിയാണ് ഡിവിഷൻ ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവ്. എന്തായാലും നേരത്തെ ഹൈക്കോടതിയിൽ ഹർജിക്കാർ ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത് ഈ ടോൾ, അതായത് ഒരു കാറിന് 180 രൂപയിലധികം 180 രൂപയൊക്കെയാണ് ടോൾ പിരിവ് നടക്കുന്നത്. അതിനിടയിൽ തന്നെ ഈ ഗതാഗതക്കുരുക്കമുണ്ട്. നേരത്തെ ചില ഉത്തരവുകളുണ്ട്. ഈ ടോൾ പിരിക്കുന്ന ഇടത്ത് ഇത്ര സെക്കൻഡ്സിൽ കൂടുതൽ അവിടെ വാഹനങ്ങൾ നിർത്താൻ പാടില്ല. അതായത് അതിൽ കൂടുതലാണ് എങ്കിൽ സ്വാഭാവികമായിട്ടും ടോൾ പിരിക്കരുത് എന്നുള്ളതാണ് കോടതിയുടെ തന്നെ മുൻകാല ഉത്തരവുകൾ. പക്ഷെ അതിന് വിരുദ്ധമായിട്ടാണ് ഈ പാലിയക്കര ടോൾ പിരിവ് തുടരുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ സമഗ്രമായിട്ടുള്ള ഒരു ഇടപെടൽ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും വേണമെന്നുള്ളതായിരുന്നു ഒരു ആവശ്യം. എന്തായാലും ഇക്കാര്യത്തിൽ ഹൈക്കോടതി ഇടക്കാല ഉത്തരവാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഈ ടോൾ പിരിവ് 4 ആഴ്ചത്തേക്ക് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തടഞ്ഞിരിക്കുന്നു. അതിനുള്ളിൽ തന്നെ ഈ 4 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഹൈക്കോടതി മുൻപാകെ ഇതുവരെ എടുത്തിട്ടുള്ള നടപടിക്രമങ്ങൾ സംബന്ധിച്ചുള്ള ഒരു റിപ്പോർട്ട് കേന്ദ്ര സർക്കാരും നൽകണം. വേഗത്തിലുള്ള ഇടപെടലുകൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് കൂടി ഡിവിഷൻ ബെഞ്ച് ഇക്കാര്യത്തിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തൃശൂർ പാലിയക്കര ടോൾ പിരിവ് 4 ആഴ്ചത്തേക്ക് ഹൈക്കോടതി മരവിപ്പിച്ചിരിക്കുകയാണ്. റോഡിൽ കൃത്യമായ സൗകര്യങ്ങൾ ഒരുക്കിയ ശേഷം വേണം ഇത്രയധികം തുക ടോൾ പിരിവായി ആളുകളിൽ നിന്നും എടുക്കേണ്ടത് എന്ന ശക്തമായ നിരീക്ഷണത്തോടു കൂടിയാണ് ഹൈക്കോടതി ഇത്തരം ഒരു നിലപാടിലേക്ക് എത്തിയത്. കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത് രേഷ്മ ബാബു.